വലിയ ഒരിതാണ് ശാരീരിക വേദന. ശാരീരിക വേദന ഉള്ളപ്പോൾ നമുക്ക് തുടങ്ങാൻ പറ്റില്ല ഈ പരിപാടി, നോക്കാനേ പറ്റില്ല. ശരീര വേദന ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ വേദനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് മൈൻഡ് നിൽക്കാൻ നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് നേരത്തെ തുടങ്ങണമെന്ന് പറയുന്നത്. ഈ വേദന വന്ന കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഉറങ്ങിപ്പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ചെയ്യാം, ചെയ്യാൻ പറ്റില്ല. വലിയ പ്രാവശ്യം തുടങ്ങാൻ പറ്റത്തില്ല. തലവേദനയ്ക്ക് നമുക്ക് ചില തലവേദന, ഇപ്പം ട്യൂമറൊന്നും അല്ലാത്ത ഇതൊക്കെ ആണെങ്കിൽ വലിയ പ്രാവശ്യം. ഇതെല്ലാം ഫെയിൽ ചെയ്യും, ഇതൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഈ രോഗത്തിൻ്റെ ഒരു വലിയ ഇംപെഡിമെൻ്റായിട്ട് കണക്കാക്കുന്നത്. വലിയ ഇംപെഡിമെൻ്റാണ്, വലിയ തടസ്സമാണ്. വ്യാധിസ്ഥാന സംശയ പ്രമാദ ആലസ്യ അവിരതി ഭ്രാന്തി ദർശനം, ഇത്തരം കാര്യങ്ങൾ ഇംപെഡിമെൻ്റാണ്. ശ്വാസപ്രശ്വാസം, അതിനകത്തുള്ള സ്കാറ്റേർഡ് ബ്രീത്തിങ്, ഇതെല്ലാം ഇംപെഡിമെൻ്റാണ്. അപ്പോൾ ആ ഇംപെഡിമെൻ്റ് വന്നിരിക്കുന്ന കാലത്ത് നമുക്ക് കുറച്ച് പ്രയാസമാണ്, അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാം. അപ്പോൾ സ്ട്രെയിനിങ് അല്ല യോഗയുടെ രീതി, അനായാസമായി നോക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ഈ അസ്വസ്ഥത ഇരിക്കുന്ന കാലത്ത് വലിയ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വേദന ഇല്ലാത്ത ഗ്യാപ്പുകളില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ വരുന്നതൊക്കെ പിന്നെ ലേറ്റർ സ്റ്റേജിലായിരിക്കും. ഇടയ്ക്ക് പെയിൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു പീരീഡ് കാണുമല്ലോ, എന്ത് അസുഖമാണെങ്കിലും. ആ പീരീഡിൽ, ആ ഗ്യാപ്പ് പീരീഡിൽ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ പെയിനുള്ളപ്പോൾ ചെയ്യാൻ പറ്റില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല പെയിനൊക്കെ അങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ പെയിനൊന്നും പോകത്തില്ല, അവിടെ ഉണ്ടാവും. പക്ഷേ പെയിനിന് ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പ് കിട്ടുന്ന ആ ഗ്യാപ്പിനെ നമുക്ക് യൂസ് ചെയ്തിട്ട് അവിടെ ഇത് ഫിക്സ് ചെയ്ത് വരികയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഒന്ന് വൈഡൻ ചെയ്ത് വന്നേക്കും. അതല്ലെങ്കിൽ നമുക്ക് തുടങ്ങിയാലേ, നമ്മൾ പ്രാക്ടീസ് അങ്ങ് എടുക്കുക. ചെറുപ്പത്തിലേ ഇത് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ ഈ വിഡ്രോയൽ ഓഫ് സെൻസസ് നമ്മൾ ചെയ്ത പ്രാക്ടീസാണ്. ഈ വിഡ്രോയൽ ഓഫ് സെൻസസ് പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ വിഡ്രോയൽ സാധ്യമായിരിക്കും. പെയിൻ വന്നാലും പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ആയിരിക്കുന്ന കണ്ടീഷനിൽ ചെയ്യാൻ പറ്റത്തില്ല, വലിയ പ്രയാസമായിരിക്കും. പിന്നെ അവിടെ കിടന്ന് നമ്മൾ ഗുസ്തി കൂടുന്നതായിരിക്കും, അത് കൂടുതൽ ശല്യമാണ്. ഒന്നാമത് എടുക്കാൻ പറ്റാത്ത കാര്യം പിന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന. അതുകൊണ്ട് ആ ഗ്യാപ്പ് പിടിച്ചോളണം. പെയിൻ വന്നിട്ട് പെയിൻ അങ്ങോട്ട് ഒഴിയുന്ന സമയത്ത് നോക്കിയിട്ട് ആ ഗ്യാപ്പ് വൈഡൻ ചെയ്യാൻ ശ്രമിക്കണം. അത് പറ്റുന്ന കാര്യം. ചിലപ്പോൾ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ഉണ്ടല്ലോ, ചില പെയിനുകൾ. ഈ പല്ല് വേദനയൊക്കെ വന്നാൽ ഒരു ഭയങ്കരമായ പെയിനാണ്. ഈ പറഞ്ഞ പരിപാടി ഒന്നും നടക്കില്ല. വെറും പല്ലുവേദന, അസഹ്യമായ പല്ലുവേദന നിൽക്കുന്ന സമയത്ത് ഒന്നും നോക്കാൻ പറ്റത്തില്ല, ഫീലാകും. അപ്പം അങ്ങനെയുള്ള പെയിൻ ഉണ്ടല്ലോ. ഇപ്പം നെർവ്സിനാണ് അത് നേരിട്ട് കയറി പിടിക്കുന്നത്. അപ്പം അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നു പോയാൽ പിന്നെ ആ ഗ്യാപ്പിൽ ആണ് പിന്നെ വർക്ക് ചെയ്യാൻ ഒക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് ഉള്ള പീരീഡിലെ കുറേശ്ശെ ശീലിച്ച് വേണം. പെയിൻ അങ്ങോട്ട് ഉണ്ടാവുമല്ലോ, കാലം അങ്ങോട്ട് പോയി വരുമ്പോഴേ അല്ലേ, കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ഒരു സമാധാനമായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഏൺ ചെയ്യുന്ന കാര്യങ്ങൾ ബാങ്ക് ഡെപ്പോസിറ്റ് മാത്രമല്ല, ഇങ്ങനെയൊക്കെ കൂടെ ഏൺ ചെയ്താൽ ഇതൊക്കെ നമ്മുടെ കൂടെ കുറച്ചൊക്കെ നിന്നിരിക്കും ഒരു സമാധാനമായിട്ട്. ഈ പെയിൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പെയിൻ മാത്രമല്ല, പെയിനൊക്കെ വന്ന് കിടന്ന് നിലവിളിക്കുകയൊക്കെ ചെയ്യില്ലേ ആളുകൾ. അപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ചുറ്റും നിൽക്കുന്നവരൊക്കെ അങ്ങ് ഇതായിപ്പോവും, അങ്കലാപ്പിലായിപ്പോവും. അത് കഴിഞ്ഞ് പിന്നെ ഈ നിലവിളി നിർത്താത്ത ഒരു കണ്ടീഷനിലോട്ട് അങ്ങോട്ട് പോയാൽ പിന്നെ അൺകെയറിങ് ആറ്റിറ്റ്യൂഡ് ചുറ്റും നിൽക്കുന്നവർക്ക് വരും. ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ. അപ്പം ആ കെയറിങ് ആർക്കും തോന്നിക്കില്ല, എല്ലാവരും വെപ്രാളത്തിലാണ്. അത് കഴിഞ്ഞ് ഇത് പിന്നെ അപ്പോഴാണ് പറയുള്ളൂ, ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാതെ പോയാലും മതിയായിരുന്നു. അടുത്ത ആളിൻ്റെ അടുത്ത് പറയുന്നു, ഇയാൾ അവിടെ കിടന്നും കേൾക്കും.
പെയിനല്ല ഇപ്പോൾ, ഇത് കൂടെ കേട്ടോണ്ട് കിടക്കുക. ഇങ്ങനെ വലിയ മാനസികമായിട്ടുള്ള പെയിൻ ഒക്കെ വരും. അപ്പോൾ ഇതിലൊന്നും അഫക്റ്റഡ് ആവാതെ നമുക്ക് നിൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് ശീലിക്കേണ്ടത് നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ്. ജീവിതത്തിൻ്റെ അവസാന പാർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ദുശീലങ്ങളില്ലാതെ മര്യാദയ്ക്ക് കിടന്നാൽ എല്ലാവരും വരും. ദുശീലം ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൈയൊക്കെ മുറുക്കി ബെറ്റിലാക്കി അടിച്ച് കാലൊക്കെ എടുത്ത് അടിച്ച് എന്തോ സംഭവിക്കും പോലെ 4 വിളിയൊക്കെ വിളിച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടും 5-6 ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വരില്ല. ചില ചുമ്മാ വേല കാണിക്കുന്നതാണ് അവർക്ക് മനസ്സിലാവും. അതുപോലെ പിന്നെ വലിയ അടിപിടിയാണെന്നുണ്ടെങ്കിൽ കൈ കാലം പിടിച്ച് കെട്ടിയിട്ട് കളയാൻ പറ്റില്ല. ആശുപത്രി ചെന്നാൽ അത് ചെയ്യുക. മര്യാദയ്ക്ക് കിടന്ന കൈയും കാലമൊക്കെ അവിടെ കാണും, ഇല്ലെങ്കിൽ കെട്ടിയിടും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഏൺ ചെയ്യുന്ന കാര്യങ്ങളാണ്. സമാധാനത്തിന് വേണ്ടി നമ്മൾ കുറച്ചൊന്ന് പരിശ്രമിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് എല്ലാവരും കാണും. ഇപ്പോൾ ആളുകൾ കാണുന്നില്ല എന്നൊരു വിഷമം എല്ലാവരും വയസ്സുകാലത്ത് പറയില്ലേ, അതൊന്നും പറയേണ്ടി വരത്തില്ല. മര്യാദയ്ക്ക് കിടക്കുക. അടുത്താരെങ്കിലും കാര്യം ചോദിക്കാൻ വരുമ്പോഴും മക്കളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ എങ്ങനെ ഉണ്ട് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് അയ്യോ മക്കളെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിനക്ക് ധൃതിയല്ലേ, ആഫീസിൽ പോകാൻ നേരമില്ലേ, നിങ്ങൾ പോയിട്ട് വാ, വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മരണം തോന്നി. മറ്റേത് കണ്ട ഉടനെ തന്നെ ഇതങ്ങ് പറഞ്ഞു തുടങ്ങി. ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്, 11:45 ഇങ്ങനെ സംഭവിച്ചു, 12 ഇങ്ങനെ, 2:30 ഞാൻ പിന്നെ ഉണർന്നു പോയി. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ നേരം വെളുക്കും വരെ ചരിത്രം പറഞ്ഞ വിളവ് കേട്ട നേരമില്ല. അവർ എങ്ങനെയെങ്കിലും ഇദ്ദേഹം ഒന്ന് നിർത്തി കഴിഞ്ഞാൽ അങ്ങ് പോകാൻ ശബ്ദം ഉണ്ടാക്കാതെ മുറിയിൽ കൂടെ അങ്ങ് ചാടി പോകും. ലൈഫിൻ്റെ ഒരു ഘട്ടത്തിലെ ശബ്ദം കേട്ട ഇദ്ദേഹം ആരെന്ന് ചോദിക്കും. അപ്പം പിന്നെ ഇതിൽ പറയണമല്ലോ. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ അതൊക്കെ ഒഴിഞ്ഞ് മുറി കൂടെ അങ്ങ് പോകും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ലൈഫ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സർവ്വസാധാരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തനിച്ച് സമാധാനമായിട്ടിരിക്കാനുള്ള ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കി എടുക്കുക പ്രധാനമാണ്. അതിലൊരു വലിയ ഒരു പോസിബിലിറ്റി അകത്തോട്ടുള്ള നോട്ടമുണ്ട്. അങ്ങനെ നോക്കിയിട്ട് ആ ഗ്യാപ്പിലോട്ട് ഇറങ്ങി അവിടെ സമാധാനമായിട്ട് ഇരിക്കുക. സ്നേഹം ഉണ്ടാകും, വേദനയും ഉണ്ടാകും, സ്നേഹവും ഉണ്ടാകും. സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന ആളിന് വേദന ഉണ്ടായാൽ ആ വേദനയ്ക്ക് പങ്കുവയ്ക്കാൻ ആളുകൾ ആരെങ്കിലും ഉണ്ടാകും. ഭയങ്കര വൃത്തികെട്ട മനസ്സുമായിട്ട് നമ്മളിങ്ങനെ വേദനിച്ചുകൊണ്ട് കിടക്കുകയാണെങ്കിൽ ആരും തന്നെ അവിടെ ആ വേദന പങ്കുവയ്ക്കാൻ വരത്തുമില്ല. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ കാണുക, ചുറ്റുപാടുകൾ നമ്മൾ കാണുന്നു ഇങ്ങനെ. അപ്പോഴങ്ങനെ അപ്പോൾ അതൊക്കെ കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സമാധാനം ഉള്ള സ്ഥലം എവിടെയാണെന്ന് അന്വേഷിക്കുക, ആ സ്ഥലത്തേക്ക് കയറിയിരിക്കുക. അത് ഇപ്പോൾ തിരുവനന്തപുരം മോശമാണെന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ പോയി ജയിച്ചാൽ ഈ പറയാനോ ഉണ്ടാകത്തില്ല. സ്റ്റോക്ക്ഹോമിൽ പോയി അവിടെ പോയി നല്ല അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എല്ലാം കൊള്ളാം, അവസാനമാകുമ്പോൾ എന്നും പറഞ്ഞിട്ട് അവസാനമാകുമ്പോൾ അങ്ങോട്ട് പോയിരുന്നാൽ ഇതുണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. കിട്ടുന്ന സമയമെല്ലാം അകത്തോട്ട് നോക്കണം. ബാക്കിയുള്ള കാര്യങ്ങളുടെ എഫിഷ്യൻസി ഇത് വർദ്ധിപ്പിക്കും. കാരണം നോക്കുന്ന കാര്യം അതുപോലെ തന്നെ കാണാൻ പറ്റും. മറ്റേത് അതിൽ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ആദ്യം ഒരു ഇമ്പോർട്ടൻസ് വരും. ഒരു എന്ത് കാര്യം കണ്ടാലും ആ കാര്യം കാണില്ല, അതിന് ചുറ്റും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അത് കാണും. അങ്ങനെ ഒരു കുഴപ്പമുണ്ടാകും. അത് കണ്ടതിന് ശേഷമേ ഈ കാര്യത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. മൈൻഡ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ മൈൻഡിൻ്റെ കണ്ടൻറ്റ് തന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത കാര്യം മാത്രമേ മനസ്സിലാവുള്ളൂ, ആ ഉള്ള കാര്യം എന്താണെന്ന് മനസ്സിലാകത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ട് വരും. അപ്പം ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോഴല്ലേ കംപ്ലൈൻറ്റ്, ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ, എന്നും പറയുന്നുണ്ടാവും ആരെങ്കിലും വീട്ടിൽ. ഞാൻ ഇത്രയൊക്കെ ഇതൊക്കെ കഷ്ടപ്പെട്ട് ഇതെല്ലാം എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ കാണിച്ചിട്ട് ഇതെല്ലാം വെറും ഇതാണ് പാറക്കഷ്ണമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യർ ഇങ്ങനെ ജീവിക്കുന്നു. ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല. അത് പണ്ട് ഈ നമുക്ക് അധികം കേൾക്കാൻ പറ്റുന്നത് ബാറുകളിലാണ്. അവിടെ നിന്ന് ഇത്തിരി അടിച്ചൊക്കെ ഫിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും എണ്ണിച്ചൊരു പാട്ടൊക്കെ അങ്ങോട്ട് പാടും. പാടിയിട്ട് അടുത്ത ടേബിളിലോട്ട്, പഴയ ബാറുകൾ, അടുത്ത ടേബിളിലോട്ടൊക്കെ അങ്ങോട്ട് പോകും. അവിടെയൊക്കെ പോയി ഒരു പാട്ടൊക്കെ പാടി നെഞ്ചിലൊക്കെ പിടിച്ചിട്ട് താടിയിലൊക്കെ പിടിക്കും. താടിയിലൊക്കെ പിടിച്ച് ഉള്ള ഗ്രേവി എല്ലാം താടി കൊണ്ടുവന്ന് പുരട്ടും. അങ്ങനെയൊക്കെ ചെയ്യും. നമ്മളുണ്ടായിരുന്നിടത്ത് അവരങ്ങ് സ്നേഹിക്കുന്നത് നമ്മളെ. താടിയിലൊക്കെ ഗ്രേവി എല്ലാം പുരട്ടി സ്നേഹമായിട്ട് അവർ അങ്ങനെ പോയി. എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, ഒരു മനുഷ്യർക്കും എന്നെ മനസ്സിലാകും. അപ്പോൾ പിന്നെ ഒരു പാട്ട്, അതിൻ്റെ സിനിമ പാട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സിനിമ പാട്ടും കൂടെ ഒക്കെ വരുമ്പോൾ നല്ല ഒരു സീനാണ്, കണ്ടാസ്വദിച്ചിരിക്കാം. അപ്പോൾ ഒരു ചോദ്യം തിരിച്ച് ചോദിച്ചാൽ അത് ഇതങ്ങ് മാറും. എനിക്കാരെയെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇതുവരെ എന്ന് ചോദിക്കും. അത് ചോദ്യം ഉണ്ടല്ലോ. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആരെയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം, പ്രസക്തമായ ചോദ്യം അവിടെ കിടപ്പുണ്ട്. അത് ചോദിക്കുമ്പം നമുക്ക് മനസ്സിലാകും നമ്മളും ആരെയും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ രണ്ടുപേരും അന്യോന്യം മനസ്സിലാക്കാത്ത രണ്ടാളുകളും കൂടെ ഒരു വള്ളത്തിലിരിക്കുകയാണ്. ഇപ്പോൾ വള്ളം മുങ്ങും, അതിനു മുമ്പേ മറ്റേൻ്റെ കഴുത്ത് പിടിച്ച് തള്ളി അവനെ വെള്ളത്തിലിട്ടിട്ട് ഈ വള്ളത്തിൽ നമുക്ക് കുറച്ചു നേരം കൂടെ ഇരിക്കാം. ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെയാണ് ആ മൈൻഡിൻ്റെ വർക്ക്. എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യണം, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല. അതങ്ങ് മനസ്സിലായി. അപ്പോൾ പരസ്പരം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കൂട്ടം അതിൻ്റെ പേരിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും. You don't understand me, I don't understand you. But you are suffering. You are suffering. My ideas are different, your ideas are different. My concepts are different, your concepts are different. You are challenging me, but I see your tears. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. When you could see the tears of someone who is nearby, even if he is challenging you, accusing you, teasing you, if that possibility, if you get that possibility to see the tears of the next one who is suffering, you are established in your inner calmness. അവിടെയാണ് ഈ കമ്പാഷൻ എന്ന് പറയുന്നത്. ആ കമ്പാഷനിൽ നിന്ന് ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ സ്നേഹം എന്താണെന്ന് അറിയുന്നത്. സ്നേഹമുള്ളതുകൊണ്ടാണ് കമ്പാഷൻ ഉണ്ടാകുന്നത്. സ്നേഹം എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ അൺകണ്ടീഷണലാവും. നിങ്ങൾ എനിക്കെല്ലാം തരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇത് തരാതിരിക്കുമ്പോൾ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അതൊക്കെ പോകും. അങ്ങനെ ഒരു അൺകണ്ടീഷണൽ ലെവലിലേക്ക് മാറിയിരിക്കും. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളോ അല്ലെങ്കിൽ ശ്വാസം വലിയോ അല്ലെങ്കിൽ തലകുത്തിന് നീക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ത്രികോണാസനം ചെയ്യുകയോ ഇതിലൊന്നും അല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നതാണ് ഒരു സീക്കർക്ക് ചെയ്യാൻ കഴിയും. അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇരുന്ന സമയം കഴിയും, ഇയാൾക്കൊക്കെ പോകണം. ശരി, അപ്പോൾ നമുക്ക് മതിയാക്കാം ഇന്നത്തെ